അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഈ പ്രോബ്ലത്തിലെ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം. 3 years ago, the average age of A, B, and C was 27 years, and that of B and C 5 years ago was 20 years. So, A's present age is എയുടെ പ്രസന്റ് ഏജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 3 വർഷം മുന്നേ എയുടെയും ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് 27 അതുപോലെ തന്നെ 5 വർഷം മുന്നേ ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 അങ്ങനെ വന്നാൽ എയുടെ ഏജ് എത്ര? ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ബി സിയുടെ ടോട്ടൽ സം ഓഫ് ഏജസ് ആണ്. ടോട്ടൽ സം ഓഫ് ഏജസ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 3 81 ഇയേഴ്സ്. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ്ലി എത്ര വയസ്സുണ്ട് എ ബി സി. ടോട്ടൽ സം ഓഫ് ഏജസ് ഓഫ് എ ബി സി പ്രസന്റ്ലി എത്ര അവരുടെ പ്രസന്റ് ഏജ് ടോട്ടൽ സം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 3 വർഷം മുന്നേ ആയിരുന്നു. ഇപ്പൊ പ്രസന്റ് ഇപ്പോ നിലവിൽ അവർക്ക് ഇപ്പൊ എത്ര വയസ്സ് കൂടിയിട്ടുണ്ടാവും? 3 പേർക്ക് 3 വയസ്സ് വെച്ച് കൂടിയുണ്ടാവും. എന്ന് പറയുമ്പോൾ ടോട്ടൽ 9 വയസ്സ് കൂടിയുണ്ടാവും. ഈ 9 വയസ്സ് നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത 81 ആഡ് ചെയ്യണം. അപ്പോൾ പ്രസന്റ് സമ്മ് കിട്ടും. അപ്പോൾ പ്രസന്റ് സം ഓഫ് ഏജസ് എത്ര? 81 + 9 ദാറ്റ്സ് ഈക്വൽ ടു 90 ഇയേഴ്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതുപോലെ തന്നെ ബി ആൻഡ് സിയുടെ ഏജ് കണ്ടുപിടിക്കും. ബിക്കും സിക്കും 5 വർഷം മുന്നേ എത്രയായിരുന്നു ആവറേജ് ഏജ്? 20. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? 2 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 40. പ്രസന്റ്ലി അവർക്ക് എത്ര ഏജ് കൂടിയുണ്ടാവും? നിലവിൽ അവർക്ക് രണ്ടുപേർക്കും വെച്ച് 5 വയസ്സ് കൂടിയുണ്ടാവും. അപ്പോൾ ടോട്ടൽ 10 വയസ്സ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും നമ്മൾ 40 വയസ്സിലോട്ട്. അപ്പോൾ 40 + 10 50 വയസ്സാണ് അവരുടെ പ്രസന്റ് നിലവിലെ ഏജ്. ഇനി എയുടെ ഏജ് കണ്ടുപിടിക്കണം. എയുടെ ഏജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ബി സിയുടെ പ്രസന്റ് സം ഓഫ് ഏജസിന്ന് ബി സിയുടെ പ്രസന്റ് സം ഓഫ് ഏജസ് കുറച്ചാൽ മതി. അപ്പോൾ 90 - 50 വിച്ച് ഈസ് ഈക്വൽ ടു 40 ഇയേഴ്സ്. ഇതാണ് എയുടെ പ്രസന്റ് ഏജ്.